അനശ്വര ഗായകനായ ശ്രീമാൻ ബ്രഹ്മാനന്ദന് വേണ്ടി സമർപ്പിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, വളരെ വ്യത്യസ്തമായ ശബ്ദം, വളരെ പരിമിതമായ ഗാനങ്ങൾ. എന്നിരുന്നാൽ പോലും എല്ലാവരുടെയും മനസ്സിലേക്ക് കുടിയേറിയ ആ അനശ്വര ഗായകനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രമുഖരായ വ്യക്തി ഏറ്റവും പ്രധാന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ കെ ഓമനക്കുട്ടി മേഡമാണ്. നമുക്കെല്ലാം അറിയാം എത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. കാരണം ഒരു സംഗീത കുടുംബത്തിൽ ഇത്രയും ആൾക്കാര് ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം എന്ന് പറയുമ്പോൾ അച്ഛൻ കർണാടക പ്രശസ്തനായ സംഗീതജ്ഞനാണ്. മകൻ അതായത് പ്രൊഫസർ ഓമനക്കുട്ടിയും, അതുപോലെ തന്നെ ശ്രീമാൻ MG രാധാകൃഷ്ണൻ. നമുക്കറിയാം, മൺചിത്രത്താഴെയുള്ള പാട്ട് കേട്ടാൽ അറിയാം MG രാധാകൃഷ്ണൻ ആരായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മാഡത്തിന്റെ അനുജൻ സംഗീതജ്ഞൻ മാത്രമല്ല, ഇപ്പോൾ മാജിക് കൂടെ പഠിച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഉജ്ജ്വലമായിട്ട് മാജിക് കാണിക്കുന്നുണ്ട്. അപ്പം പ്രൊഫസർ ഓമനക്കുട്ടി മാഡത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഫസർ ST ശശിധരൻ സാർ, നമ്മുടെ ഈ പരിപാടികൾ സഹകരിക്കുന്ന, വളരെ സുന്ദരമായിട്ട് പാട്ടുകൾ പാടുന്ന, സംഗീതത്തിന്റെ ആഴവും പരപ്പും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ശശിധരൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അനശ്വര ഗായകനായ ബ്രഹ്മാനന്ദൻ അവരുടെ ഭാര്യ ശ്രീമതി ഉഷ ബ്രഹ്മാനന്ദൻ. പ്രിയമുള്ളവളെ എന്ന പാട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുടെ മുഖം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മകൾ ഒരു ഗായിക കൂടെയാണ്, ശ്രീമതി ആതിര ബ്രഹ്മാനന്ദയുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയാനായി എത്തിയിട്ടുള്ള ഡോക്ടർ മറിയാമ്മ ജോൺ, വിവിധ ഗാനങ്ങൾ ആലോചിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ ഡോക്ടർമാർ, എല്ലാ IFBHന്റെ സ്ഥിരം നമ്മുടെ പ്രേക്ഷകർ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് നമ്മുടെ എത്രയും ബഹുമാന്യയായ ശ്രീമതി ഓമനക്കുട്ടി ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ, സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യൂ. എന്റെ സ്ക്രീനിന്റെ താഴെയായിട്ടൊരു മൈക്കിന്റെ അവിടെ നിന്ന് ടച്ച് ചെയ്താൽ മതിയോ? ടീച്ചർ മൊബൈലിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. സംസാരിച്ചു ടീച്ചറെ, ക്ലിയർ ആയി. എനിക്ക് പറയാൻ സമയമായോ? തീർച്ചയായിട്ടും, അതാണല്ലോ കേൾക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രസിദ്ധ ഗായകനായ KP ബ്രഹ്മാനന്ദനെ കുറിച്ച് നമ്മളെല്ലാം സംസാരിക്കാൻ പോവുകയാണല്ലോ. അദ്ദേഹം കടക്കാവൂരാണ് ജനിച്ചത്, എല്ലാവർക്കും അറിയാം. KP എന്ന ഇനിഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടക്കാവൂർ പാച്ചൻ ബ്രഹ്മാനന്ദൻ. പാച്ചൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനായി. അപ്പൊ 58 വയസ്സിൽ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരു പ്രതിഭയാണ് ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്കും സിനിമാ ഗാനങ്ങളും ക്ലാസിക്കലും ഒരേപോലെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ചില ഗായകർ ലൈറ്റ് മ്യൂസിക് പാടുകയാണെങ്കിൽ ക്ലാസിക്കലിൽ അവഗാഹമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരിക്കില്ല. ചിലര് ക്ലാസിക്കൽ മാത്രം പാടുന്നവരായിരിക്കും, ലൈറ്റ് പാടാത്തവരായിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് ഏത് തരം പാട്ട്, ഇപ്പൊ ക്ലാസിക്കൽ നല്ല ഒരു സാധാരണ ഫോക്ക് സോങ് കൊടുത്താലും അദ്ദേഹം പാടും. അപ്പം മ്യൂസിക്കിന് പല ബ്രാഞ്ചസ് ആണല്ലോ. ആ ബ്രാഞ്ചസിലുള്ള പാട്ടുകളെല്ലാം പാടുവാൻ നല്ല പ്രാഗൽഭ്യമുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു ബ്രഹ്മാനന്ദൻ അവർകൾ. അദ്ദേഹത്തെ ആദ്യമായിട്ട് ക്ലാസിക്കൽ സംഗീതം പഠിപ്പിച്ച് സുന്ദരൻ ഭാഗവതർ, കടക്കാവൂർ സുന്ദരൻ ഭാഗവതർ അദ്ദേഹത്തിന്റെ അമ്മാവൻ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം മദ്രാശിയിലേക്ക് പോയിട്ട് DK ജയറാമൻ എന്ന് വളരെ 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 പ്രഗത്ഭനായ ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യന്റെ കൂടെ പഠിക്കുകയാണ് ചെയ്തത്. DK പട്ടമ്മാളിന്റെ ബ്രദറാണ് DK ജയറാമൻ. അക്കാലത്ത് DK ജയറാമനോളം പാടുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള
ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇദ്ദേഹത്തിന് പഠിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെയധികം സ്തുത്യർഹമായ അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1965 തോന്നുന്നു അദ്ദേഹത്തിന് AER അവാർഡ് കിട്ടി. പിന്നെ ക്രിറ്റിക്സ് അവാർഡ് 1999 അദ്ദേഹത്തിന് കിട്ടിയതായിട്ട് അറിയാം. അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് 2002 കിട്ടി. ഇങ്ങനെ പല അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ അനേകം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റ് സോങ്സ് ആയിരുന്നു. അതുപോലെ മലയാളത്തെ മാത്രമല്ല, തമിഴിൽ അദ്ദേഹം 10 ഗാനങ്ങളോളം പാടിയിട്ടുണ്ട്. ഇളയരാജ, ശങ്കർ ഗണേശ് തുടങ്ങി പ്രഗത്ഭരായ അനേകം സംഗീത സംവിധായകരുടെ കീഴിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. അതുപോലെ മലയാളത്തിലും ഒരു 10ഓളം പ്രസിദ്ധരുടെ വിധാനം പാട്ടുകൾ പാടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പാട്ടുകളാണ്, ഒരുപാട് പാട്ടുകളുണ്ട്. നീല നിശീഥിനി, മാനത്തെ കായലിൽ, പിന്നെ അങ്ങനെ പറഞ്ഞ വളരെ കരിമുകൽ കാട്ടിലെ സുപ്രസിദ്ധമായിട്ടുള്ള പല പാട്ടുകളും അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഗുണം, ഒരു ഗായകൻ എന്ന നിലയിൽ വളരെ പെട്ടെന്ന് പ്ലോട്ടിംഗ് പേപ്പർ പോലെയായിരുന്നു ഗാനങ്ങൾ പഠിച്ചിട്ടുണ്ട്. വളരെ വേഗം പഠിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ പോലും ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ റെക്കോർഡിങ്ങിന് പോയിട്ട് വളരെ വേഗം തിരിച്ചു വന്ന അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇന്ന് റെക്കോർഡിങ് നടന്നില്ലേന്ന്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ റെക്കോർഡിങ് ചെയ്തു കഴിഞ്ഞല്ലോ എന്ന് പറയും. അപ്പൊ പഠിക്കുന്നതിലും പാട്ട് വേഗം ടേക്കാകുന്നതിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. വളരെ പെട്ടെന്ന്, അതുകൊണ്ട് സംവിധായകർക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. വളരെ പെട്ടെന്ന് പാട്ട് പഠിച്ച് പാടി റെക്കോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ കടയ്ക്കാവൂരുണ്ട്. ആ ഫൗണ്ടേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല മാതിരിയുള്ള പ്രോജക്റ്റുകൾ, സംഗീതത്തിലുള്ള പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണത്. പിന്നെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിർത്തുവാൻ പറ്റിയ ഒരു മകനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്, രാകേഷ് ബ്രഹ്മാനന്ദൻ. സുപ്രസിദ്ധനായ ഒരു ഗായകനാണ്. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗായകനെ പറ്റി പറയാനുണ്ട്. അത് ആരും ഓർക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ്. നമ്മുടെ ഹോമിയോ ഡോക്ടർമാര് അത് ഓർത്ത് തീർച്ചയായിട്ടും അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്കെല്ലാം അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് എനിക്ക് നാളെ ഒരു റെക്കോർഡിംഗ് ഉണ്ട് അതിരാവിലെ. അപ്പൊ ആ പാട്ടൊക്കെ എനിക്ക് പഠിക്കാൻ വേണ്ടി ഉടനെ തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറുന്നതായിരിക്കും. എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് നടക്കട്ടെ എന്നൊന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും നല്ലൊരു, വളരെ ലഘുവായതും വളരെ ആഴമേറിയതുമായ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിയ കുട്ടി, അവർക്ക് നന്ദി എപ്പോ വിളിച്ചാലും ഭാഗ്യല്ലേ. ഭാഗ്യന്റെ വളരെ അടുത്ത ഡോക്ടറാണ്, നല്ല കൈപുണ്യമുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ ഭാഗ്യയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്. അപ്പൊ ഭാഗ്യം വിളിച്ചാൽ വരാതിരിക്കും. എത്ര തിരക്കാണെങ്കിലും ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ എത്തിയിരിക്കും, പറഞ്ഞിരിക്കും, വന്നിരിക്കും. ശരി, ഞാൻ ലെഫ്റ്റ് ആകാൻ പോവാണ്. ഒന്നും ആരും വിചാരിക്കരുത്. നാളെ ഒരു വടക്കുള്ള ഒരു കാളി ക്ഷേത്രത്തിലേക്ക് ഒരു പ്രാർത്ഥനാ ഗാനം നാളെ രാവിലെ പാടേണ്ടതായിട്ടുണ്ട്. അതിന്റെ ട്യൂണൊന്നും ആയിട്ടില്ല, ഇനി പഠിച്ചിട്ട് വേണം പാടാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ലെഫ്റ്റ് ആകുന്നത്. ശരിയാട്ടെ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതെ, പ്രൊഫസർ ഓമനക്കുട്ടി മാഡം പറഞ്ഞ പോലെ താരാപഥത്തെ നയിക്കുന്ന താളം സത്യമായി എല്ലാ പരമാണുവിലും തുടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ പൊട്ടൻറ്റൈസേഷൻ എന്ന പ്രക്രിയ തീർച്ചയായിട്ടും അത് തിരിച്ചറിയുന്ന പ്രസ്ഥാനം കൂടിയാണ്. അതുപോലെ തന്നെ സംഗീതത്തിന്റെ സാർവലൗകികത്വം എല്ലാം അനുഭവിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഹോമിയോപ്പതി ഡോക്ടർമാര്. അതുകൊണ്ടും കൂടി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി. ശരി മാഡം, എല്ലാവരും ക്ഷണിക്കും.
അടുത്തതായിട്ട് അനുസ്മരണമാണ്. അനുസ്മരണത്തിനായിട്ട് ആദ്യം തീർച്ചയായിട്ടും ക്ഷണിക്കേണ്ടത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെ തന്നെയാണ്. അവര് ഉഷാ ബ്രഹ്മാനന്ദനെ ഈ സ്വാഗതം ചെയ്തു. ഓക്കെ, സംസാരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു കാര്യം എല്ലാവരും അതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയത് ഇത്രയും നല്ല രീതിയിൽ ഓമനക്കുട്ടി ടീച്ചർ പറഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാം കൃത്യമായ കാര്യം വളരെ വ്യക്തമായിട്ട് ടീച്ചർ പറയുകയും ചെയ്തു. അപ്പം ഇനിയിപ്പൊ ഞാൻ എന്ത് പറയാനാണ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞു ടീച്ചർ. അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായി. പിന്നെ സംഗീതത്തിന് ഇഷ്ടപ്പെടുന്നവരെല്ലാരും ഇപ്പോഴും ഏട്ടനെ ഓർക്കുകയും ഞങ്ങളെല്ലാം പുറത്ത് എവിടെങ്കിലും വെച്ച് കാണുന്നുണ്ടെ ഒന്ന് പരിചയപ്പെട്ട ഉടനെ ചേട്ടന്റെ പാട്ടുകളും ചേട്ടന്റെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളെടുത്ത് വളരെ സന്തോഷമായിട്ട് പെരുമാറുന്നു. ഇപ്പോഴും ചേട്ടൻ ലൈവാണ്. അതാണ് വലിയ സന്തോഷം. 20 വർഷം, ആഗസ്റ്റ് 10 20 വർഷമാവും. എന്നിട്ടും ഇപ്പോഴും ആരും വളരെ സന്തോഷത്തോടെ ഓർക്കുകയും പാട്ടുകൾ പാട്ടുകളെ പറ്റി അഭിപ്രായങ്ങൾ പറയുകയും അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പോഴും ചേട്ടൻ പോയെന്ന് തോന്നിക്കുന്നില്ല. ഇത്രയും ആണ് പറയാൻ എനിക്കുള്ളത്. ഇന്ന് ചേട്ടൻ്റെ 78 വയസ്സ് തികയുന്ന ദിവസമാണ്. അതും വളരെ സങ്കടത്തോടെയാണെങ്കിലും ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരും ഇങ്ങനൊരു കാര്യത്തിന് വന്നതിൽ വളരെ സന്തോഷം. ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കായലുകൾ കേരളത്തിൽ ധാരാളം ഗായകരെയും എഴുത്തുകാരെയും സംഗീതത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. പരവൂർ കായൽ ദേവരാജൻ മാസ്റ്ററെയും അതുപോലെ അടുത്തുള്ള ബ്രഹ്മാനന്ദൻ എന്ന അനശ്വര ഗായകനെ സൃഷ്ടിച്ചതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രിയ പുത്രി അച്ഛനെ അനുസ്മരിക്കുന്നു. ഒരു പാട്ട് കൂടി പാടാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് അനശ്വര ഗായകന്റെ മകളിലൂടെ ശബ്ദം. അൺമ്യൂട്ട് ചെയ്യൂ. എല്ലാവർക്കും കേൾക്കാലോ അല്ലെ ഞാൻ പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാ ഡോക്ടേഴ്സും എന്റെ ബിഗ് സാല്യൂട്ട്. ബിക്കോസ് ഇതിപ്പം 1270ാമത്തെ ദിവസമാണ് എത്തിയിരിക്കുന്നത്. സോ എല്ലാവരും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു ഓരോ ദിവസം. തീർച്ചയായിട്ടും ഓരോ ദിവസം അത് ആ പ്രോഗ്രാംസ് ചാർട്ട് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും വലിയൊരു ടാസ്ക്കാണ്. സോ ആദ്യം തന്നെ ഇതിന്റെ എല്ലാ സംഘാടകരോടും ഒരു വലിയൊരു ബിഗ് സല്യൂട്ട് പറയാണ്. പിന്നെ കമ്മിങ് ടു ഈ ഇന്നത്തെ പ്രോഗ്രാം, അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങളെല്ലാ ഡോക്ടേഴ്സും കൂടെ ചേർന്നിട്ട് അച്ഛനെ ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു ദിവസം അച്ഛന് വേണ്ടിയിട്ട് ഒരു 1 hour മാറ്റി വെക്കാനായിട്ട് എല്ലാവരും ഒരു സമയം കണ്ടെത്തിയതിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി മനോജ് ഡോക്ടർ, നിങ്ങളൊരു റിലേറ്റീവ് കൂടിയാണ്. സോ പുള്ളിയാണ് ഈ ഇനിഷ്യേറ്റീവ് എടുത്തത്. വെറുതെ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, ഒരു ദിവസം നിങ്ങളെ വിളിച്ചാൽ വരുമോന്ന്. പിന്നെന്താ, നിങ്ങൾക്ക് സമയമല്ല, നിങ്ങളെ വിളിക്കുന്നതിനാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയാൻ ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം പറ്റില്ല. എങ്കിലും ചെറിയ കാലഘട്ടത്തിൽ അച്ഛൻ വലിയ പാട്ടുകാരനാണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ എവിടേക്കോ പോവും, 2 ദിവസം വീട്ടിൽ കാണത്തില്ല. പിന്നെ വന്നിട്ട് വീട്ടിൽ പാട്ട്, എപ്പോഴും പാട്ട്. പിന്നെ പാട്ട് പഠിക്കാൻ കുറെ കുട്ടികൾ വരും. എനിക്കറിയില്ല ഇതെന്താ സംഭവം. പാട്ട് എനിക്കിഷ്ടമാണ്, പാട്ട് കേൾക്കും, പാട്ട് പാടുകയും ചെയ്യും. പിന്നീട് ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. അച്ഛൻ ഇങ്ങനെ 2 ദിവസം 3 ദിവസം കുറച്ച് നാളൊക്കെ പ്രോഗ്രാംസിനും റെക്കോർഡിങ്സിനും ഒക്കെ നാട്ടിൽ വരുമ്പോൾ അത് അറിയില്ലായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്ത് നാട്ടിൽ തിരിച്ച് വന്നപ്പോൾ ഓരോ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഓരോരുത്തർ പറയുമ്പോഴാണ് ഈ ട്രിനിറ്റിയിൽ ഒരാളാണ് യേശുദാസ്, ചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, അതിലൊരാളാണ് അച്ഛൻ എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ അറിഞ്ഞു വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴും സ്റ്റിൽ നൗ എവിടെ പോയാലും ആ ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അച്ഛനെപ്പോഴും ഒരു വ്യത്യസ്ത സൗണ്ടിനും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ രീതിയിലും അച്ഛൻ്റെ സിംഗിങ് സ്റ്റൈലായിരുന്നാലും
അച്ഛൻ ഈ പറഞ്ഞ നേരത്തെ സോറി ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഒരു ടൈം കണ്ടെത്തി ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന പ്രൊഫസർ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിന് പ്രത്യേകം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. മലയാളം എനിക്ക് തോന്നുന്നു മ്യൂസിക് ഒരു സിലബസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കാൻ കാരണമായത് ടീച്ചറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് അറിയാം ടീച്ചറിനെ. അപ്പം അച്ഛൻ്റെ ആ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു പാട്ട് പുതിയത് പാടാനായിട്ട് പോകുമ്പോൾ അതിന്റെ നൊട്ടേഷൻസ് പെട്ടെന്ന് അച്ഛൻ എഴുതിയെടുക്കും, സ്വരങ്ങൾ, എന്നിട്ട് ആ പാട്ട് എന്താ പറയുക, ഇപ്പോഴും സ്റ്റിൽ ഹീസ് അലൈവ്. അതായത് നമുക്ക് എവിടെ പോയിരുന്നാലും ഏതൊരു സ്ഥലത്ത് മലയാളികൾ എവിടെ ഉണ്ടോ അവർക്കെല്ലാം അച്ഛൻ നെറ്റ് ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. നമുക്ക് ശ്രീമതി ആതിരയിലേക്ക് വരാം. നമ്മുടെ ഇതിന്റെ ചടങ്ങിന് ആശംസകൾ പറയാനായിട്ട് ബഹുമാന്യായ ശശിധരൻ സാറിനെ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആതിരയിലേക്ക് വരാം. സാറേ അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? അൺമ്യൂട്ട് ചെയ്യൂ സാറേ, അൺമ്യൂട്ട് ചെയ്യൂ. ആ, സാറിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാറേ, കേൾക്കാം. ആ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സന്ദർഭം പ്രത്യേകിച്ച് ഹോമിയോ ഡോക്ടർമാര് തെരഞ്ഞെടുത്തു, ബ്രഹ്മാനന്ദനെ ആദരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നും. പക്ഷെ സാറ് പറഞ്ഞ പോലെ ആ സാർവലൗകികത ഈ രണ്ട് സബ്ജക്റ്റിനും ഹോമിയോപ്പതിക്കുണ്ട്, അതുപോലെ തന്നെ സംഗീതത്തിനുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സംഘാടക അഭിനന്ദനം അറിയിക്കുന്നു. ആ ബ്രഹ്മാനന്ദന്റെ ഓർമ്മകൾക്ക് മുൻപിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. ഞാനും മദ്രാസിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനും ഒരേ ഫീൽഡിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മനസ്സിലാക്കാനും പാട്ടിൻ്റെ റെക്കോർഡിങ് കാണാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യേശുദാസ്, ജയചന്ദ്രൻ, അതുപോലെ തന്നെ ആ ഒരു ഒരു ഓർഡറിൽ വരുമ്പോൾ ബ്രഹ്മാനന്ദന്റെ പേര് മൂന്നാമതാണ് പറഞ്ഞു കേൾക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു യേശുദാസ് കഴിഞ്ഞുള്ള ഒരു സ്ഥാനത്തിന് അദ്ദേഹത്തിന് അർഹതയുണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം വ്യത്യസ്തമാണ്, അതാണ് ഒരു പ്രത്യേകത. അനുനാസികം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ടിന് അതിൻ്റെതായിട്ട് ചില പ്രത്യേകതയുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ നാടകത്തിൽ ഞാൻ മനസ്സിലാക്കിയ മലയാള നാടകങ്ങൾ ധാരാളം പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ, മകളാക്കാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ കറക്റ്റ് എന്നെ തിരുത്തണം. പിന്നെ അദ്ദേഹത്തിന് പാടിയ പാട്ടുകളൊക്കെ തന്നെ വളരെ 99% സോങ്ങുകളും എന്ന് ഓർക്കുന്നതും വളരെ മധുരവുമായിട്ടുള്ള ഗാനങ്ങളാണ്. പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് ദേവരായ മാഷ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാടിച്ചിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയും അതുപോലെ രാഘവൻ മാഷാണല്ലോ ആദ്യത്തെ അമ്മാനത്തെ കായൽ എന്നുള്ള പാട്ട് കൊടുത്തിരിക്കുന്നത്. അതിലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നത് ഞാൻ രണ്ട്
ഗാനങ്ങളാണ് താരകരൂപിണി. സ്വാമിയുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീത സംവിധാനമാണത്. അത് പിന്നെ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ താമരപ്പൂ നാണിച്ചെന്നൊരു പാട്ട്, അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ്. ടാക്സി കാർ എന്ന് പറഞ്ഞൊരു സിനിമ 72-ലാണെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നത് ആർ.കെ. ശേഖറിന്റെ സംഗീത സംവിധാനമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു ഗാനമാണ്. എൻ്റെ റെക്കോർഡിങ്, എൻ്റെ ശബ്ദമൊക്കെ വളരെ ക്ലാരിറ്റിയും വളരെ ഓരോ പാട്ടിൻ്റെയും റെക്കോർഡിങ് ഓരോ സ്റ്റുഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. റെക്കോർഡിസ്റ്റിൻ്റെയും പിന്നെ ഉപകരണത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം. എന്തായാലും എൻ്റെ പാട്ടുകാരൻ്റെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ആ ഒരു ചേരുവ, അപ്പൊ ഈ പാട്ടിന് അത് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പാട്ട് കമ്പോസ് ചെയ്യുന്ന സ്വഭാവം കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിക്കൽ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ചെല്ലുമ്പോൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണാനിടയായത്. അതും ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്നെ തിരുത്തണം. എന്തായാലും മലയാള സംഗീതത്തെ ചലച്ചിത്ര ശാഖയെ കുറിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് സ്മരിക്കപ്പെടുന്ന ഒരു കലാകാരനാണ്. 58 വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി എന്നുള്ളത് വളരെ നമ്മളെ സംബന്ധിച്ച് വളരെ നഷ്ടമാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം പോയിക്കഴിഞ്ഞു. എങ്കിലും ആ സ്മരണ നമ്മളെ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും ഓർക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഗാനം, ആ താമരപ്പൂ നാണിച്ചെന്നുള്ള ഗാനം, അത് കൂടുതൽ പേരൊന്നും പാടി കേട്ടിട്ടില്ല. ആ ഗാനം ഒന്ന് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാനത് പാട്ട് ഇവിടെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അത് പാടുകയാണ്. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, ഉലകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീ ഒരു പൂവായി വിടരൂ, പൂവായി വിടരൂ. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, ഉലകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീ ഒരു പൂവായി വിടരൂ, പൂവായി വിടരൂ. നദിയുടെ ഹൃദയം ഞാൻ കണ്ടു, നിന്നടയിൽ ഞാനാ ഗതി കണ്ടു. നദിയുടെ ഹൃദയം ഞാൻ കണ്ടു, നിന്നടയിൽ ഞാനാ ഗതി കണ്ടു. കാറ്റാം കാമുക കവി പാടി, കാറ്റാം കാമുക കവി പാടി, കരളി നീയൊരു പുഴയായൊഴുകൂ, പുഴയായൊഴുകൂ. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, പുളകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീ ഒരു പൂവായി വിടരൂ, പൂവായി വിടരൂ. പൂവായോ മന വിടരാമോ, നിന്നെ പുൽകാം ഞാനൊരു ജലകണമായി. പൂവായോ മന വിടരാമോ, നിന്നെ പുൽകാം ഞാനൊരു ജലകണമായി. പുഴയായോ മന ഒഴുകാമോ,
പുഴയായോ മന ഒഴുകാമോ ഉണരാം ഞാനൊരു കുളിർകാറ്റായി കുളിർകാറ്റായി താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതീ നീയൊരു പൂവായി വിടരൂ പൂവായി വിടരൂ. നന്ദി. ഓക്കെ സാർ, വളരെ നന്നായിട്ടുണ്ട്. ശാസ്ത്രീയമായ സംഗീതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഒരു എഫക്റ്റ് അതിൽ കാണാനുണ്ട്. ഇത് താങ്ക് യു എന്നെ ഓക്കെ എന്നെ താങ്ക് യു. തപം ചെയ്തടി യശോദ എന്നൊരു പാട്ടുണ്ട്. അപ്പൊ എന്നുള്ള നമ്മുടെ IFBHന്റെ പ്രേക്ഷകർ എന്നെ തപമാണ് ചെയ്തതെന്ന് ചിന്തിച്ചു പോവുകയാണ്. വളരെ അതിമനോഹരമായ സാർ പാടിയത്. സാറും തുടരണം. താങ്ക് യു. നമ്മുടെ അടുത്തതായി നമ്മുടെ ആദരണീയ ഗായകന്റെ മകള് തന്നെ ഒരു പാട്ട് പാടാൻ തയ്യാറായിട്ട് നമുക്ക് അങ്ങനെ അസുല അവസരം കൂടി കൈവന്നിരിക്കുകയാണ്. ആതിര പാടാം. ഓക്കെ. നേരത്തെ എന്റെ വേറൊരു കോള് കയറി വന്നാണ് ഇത് കട്ടായി പോയത് കേട്ടോ. അതൊന്ന് സോറി. അച്ഛൻ്റെ അച്ഛൻ്റെ പാട്ടൊക്കെ ഒന്നാമത് പാടുന്നത് ഭയങ്കര റിസ്ക് ആണ്, കുറച്ച് ടഫാണ് പാടാനായിട്ട്. വേറെ പാട്ടാണെങ്കിൽ പിന്നെയും പാടാം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അത് ഞാൻ ഒരു 4 വരി, കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട, എനിക്ക് അത്രേ അറിയാവുള്ളൂ. ചന്ദ്രികാ ചർച്ചിതമാം രാത്രിയോടോ ചെമ്പകപ്പൂവന കുളിരിനോടോ ഏതിനോടുപമിക്കും ഞാൻ ഏഴഴകുള്ളൊരു ലജ്ജയോടോ ചന്ദ്രികാ ചർച്ചിതമാം രാത്രിയോടോ ചെമ്പകപ്പൂവന കുളിരിനോടോ ഏതിനോടുപമിക്കും ഞാൻ ഏഴഴകുള്ളൊരു ലജ്ജയോടോ. ഇത്രയും അറിയാവുള്ളൂ. ഏതിനോട് ഉപമിക്കണം സാറാ? ശശീന്ദ്രൻ സാറ് പറയൂ. അച്ഛനാണല്ലോ. ആതിരയുടെ പാട്ട് നന്നായിട്ടുണ്ട്. സാർ എന്തിനാണോ ഓമിക്കുന്നത്? താങ്ക് യു സർ. സാറിന് ആരുടെ പാട്ട്? ആതിരയുടെ ആലാപനം എങ്ങനെയുണ്ട് സാറേ? നന്നായിട്ടുണ്ട്. അത് പാട്ട് നന്നായിട്ട് പഠിക്കാമായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗി, ഇതിലൊക്കെ എത്രയോ ഗംഭീരമായിട്ട് പാടായിരുന്നത്. പെരുമാനന്ദന്റെ മകള് പാട്ട് പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി. അതൊരു അല്ല, അതിലൊരു ചെറിയൊരു കാര്യമുണ്ട്. അച്ഛന് കൂടുതലും പാട്ടിനെക്കാട്ടി നീ പഠിച്ചിട്ടൊരു ജോലി മേടിക്കുന്നുള്ളതിലോട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് തിരിച്ചു. സോ അച്ഛൻ്റെ അടുത്തൊന്നും പാട്ട് പഠിച്ചില്ല. ഞാൻ ഇതുവരെ ട്രെയിൻഡ് സിംഗർ അല്ല. അതാണ് ഒരു ഇത്. കേട്ട് പാടി പഠിക്കുന്നു. ഇനി വേണേലും പ്രാക്ടീസ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. ഒരു 5 വർഷത്തിനകം നമ്മൾ ഒരാൾക്ക് പിന്നണി ഗാനം പാടിച്ചിരിക്കും. അതെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു സർ. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹ്യൂബർട്ട് ഡോക്ടർ റെഡിയാണോ പാട്ട് പാടാൻ? നമ്മുടെ ഒരു കമ്പോസറും എല്ലാം കൂടെ ചേർന്ന് സകല കോർപ്പറേഷൻ. മനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളി തോണി വന്നടുത്തു, താമരക്കളി തോണി. മനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു
താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു നിൻകളിവാതിലിൽ പതുങ്ങി നിന്നു തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു മയക്കമന്തേ 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 മെരുക്കിയാലും മെരുങ്ങാത്ത മാൻ കിടാവേ മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂമണി മഞ്ചവും മടക്കി വയ്ക്കും കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂമണി മഞ്ചവും മടക്കി വയ്ക്കും കാർമുകിൽ മാലകും മടങ്ങിയെത്തും ഉണരുണരൂ 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 മദനനെന്ന് വളർത്തുന്ന മണിപ്പിറാവേ മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ Thank you. പാട്ടിനെ കുറിച്ച് നമ്മുടെ ഗായകന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. മാഡത്തിന്റെ അഭിപ്രായം ചോദിക്കാം. ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട പാട്ടാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദിക്കുകയാണ്. എന്തു പറയുന്നു? അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. എന്റെ കോർണറിൽ ഒരു മൈക്ക് സിമ്പിൾ ഉണ്ട്, അവിടെ നിന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ. നന്നായിട്ടുണ്ട്. രണ്ടുപേരും പാടിയത് വളരെ നന്നായിട്ടുണ്ട്. ചേട്ടനോട് അത്രയും അടുപ്പമുള്ളത് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് അവർക്ക് പാടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഞാൻ സാറ് പറഞ്ഞതുപോലെ എനിക്ക് ചേട്ടന്റെ പാട്ടുകളെ പറ്റി ഒന്നും പറയാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല, വളരെ പറയാൻ എനിക്ക് പറ്റത്തില്ല. അത്രയ്ക്കും നല്ല രീതിയിൽ ചേട്ടൻ പാടുകയും ചെയ്യും. അത് അത്രയും നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് അതിനു വേണ്ടി പറയാനുള്ളതൊന്നും ഇല്ല, അത്രയ്ക്ക് അറിവില്ല പാട്ടിനെ പറ്റി. അതാണ് സത്യം. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിട്ട് തോന്നിയിട്ടുള്ള ഏത് പാട്ടാണ്? ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, പിന്നെ മധുസാറിന്റെ ഒരു പടമാണ്, ഉദയ സൂര്യൻ നമ്മെ ഉണർത്തുന്നു രചന താരകൾ, അങ്ങനെയുള്ള ഒരു വരികളുടെ ഒരു പാട്ട്. നല്ല പാട്ടാ ചേട്ടാ. ഇടയ്ക്കിടയ്ക്ക് അതിരുന്ന് മോളുമായിരുന്നു. ഈ അവസ്ഥയുമായിട്ട് അവസാന സമയത്തൊക്കെ വീട്ടില് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും ഈ ഒരു പാട്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടൻ ഇതങ്ങനെ പിന്നെ പ്രോഗ്രാമിലൊന്നും പാടിയിട്ടില്ലല്ലേ, അങ്ങനെ പാടത്തില്ല? അതങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാരും എന്റെ നീലനിശീതിനി, താമരപ്പൂ കാണിച്ച്, മാനത്തേക്കായൽ, ഇതൊക്കെയാണ് എല്ലാരും ചോദിക്കുന്നത്. എല്ലാവർക്കും അതാണ് കേൾക്കുക. പക്ഷെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പാട്ട്. അധികം ഞാൻ അങ്ങനെ ചേട്ടൻ പാടുന്ന കേട്ടിട്ടില്ല. പക്ഷെ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും, നിറയെ മുറുക്കാൻ വായിലിട്ട്, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ ചേട്ടൻ തമിഴ് സിനിമയില് മറ്റേ സാറ് പറഞ്ഞ പോലെ തമിഴ് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. അതൊക്കെ ഇപ്പോഴും വളരെ ഹിറ്റാണ്.
പിന്നെ അതുപോലെ ചേട്ടൻ തന്നെ സംഗീതം ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹിറ്റായ പാട്ടാണ്. ചിത്രയും ഉണ്ണിമേനോനും കൂടാണ് പാടിയിരിക്കുന്നത്. അതെ. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ പിന്നെ ചെന്നൈയിലിരിക്കുമ്പോഴാണ് അതെല്ലാം. കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. ചെന്നൈയിലിരിക്കുമ്പോഴാണ് അതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ കൂടുതലും എനിക്ക് പറയാൻ അറിയാത്തോണ്ടല്ല, അറിയാം. എന്നെക്കാട്ടിലും ചേട്ടനെ ഈ പ്രേക്ഷകര് ഇല്ലെങ്കിൽ ഈ ചേട്ടനെ ഇഷ്ടപ്പെടുന്നവര് പാട്ടിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർക്കാണ് പറയാൻ പറ്റുന്നത്. ഞാനൊരു കേൾവിക്കാരിയാണ്, ആസ്വാദകയാണ് ചേട്ടന്റെ പാട്ടുകൊണ്ട്. പൊതുവെ കുറച്ച് വിഷാദ ഭാവത്തുള്ള പാട്ടുകളായിരിക്കും അദ്ദേഹം കൂടുതൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതിൽ വ്യത്യസ്തമാണ്. എനിക്കൊന്ന് ഈ മലയത്തിൽ പെടുന്ന സിനിമയിൽ മത്തിച്ചാറ് മണക്കുന്ന ഒരു പാട്ടുണ്ട്, വളരെ ഹിറ്റായ പാട്ടാണ്. ഞാൻ അടുത്ത കാലത്ത് കേട്ടത് സംഗീത സംവിധാനം ബ്രഹ്മാനന്ദൻ നടന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം പൊതുവെ ഈ അല്പം വിഷാദം ഉള്ള പാട്ടുകൾ പാടുന്ന ഒരാള് സംഗീതം ചെയ്തപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് ചെയ്യാൻ കഴിയുന്നുള്ള പുള്ളിയുടെ റേഞ്ച് ആയിട്ടാണ് തോന്നുന്നു. ആദരയ്ക്ക് പാടണമെന്നുണ്ടെങ്കിൽ പാടാം. വലുതായിട്ട് അറിയില്ല. എന്നാലും 2 വരി. തീർച്ചയായിട്ടും. റേഞ്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെ മേൽപോഷക്ക് ഇത്ര അറിയാം. കേട്ടില്ല, റേഞ്ച് ഒന്നുകൂടെ പാടാമോ? റേഞ്ച് പോയിരുന്നു. മട്ടിച്ചാറ് മണക്കണ മണക്കണ മലക്കാറ്റ് കുളിരണ കുളിരണ മലയെത്തി പിന്നു നിന്നു എനിക്ക് വരി അറിയില്ല കേട്ടോ, അതാണ്. ഓക്കെ. അപ്പൊ അതായത് ഈ ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര ഒരു പാട്ടുണ്ട്. അതൊക്കെ വിഷാദത്തിന്റെ അതിന്റെ സൂപ്പർ ഡിഗ്രിയുള്ള പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ട് പാടുകൾ ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോഴേക്കുള്ള ഒരു വ്യതിയാനം. അപ്പൊ ഹ്യൂബ ഡോക്ടറെ അടുത്തൊരു പാട്ട് റെഡിയാണോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാം. ഡോക്ടർ ശങ്കരൻ പോറ്റി എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്, വളരെ നല്ലൊരു ഗായകനാണ്. ശങ്കരൻ പോറ്റി ഡോക്ടർ ഉണ്ടോ? അതാ റെഡിയാണ്, പഠിക്കൂ. പക്ഷെ ഞാൻ പാടാൻ പോകുന്ന പാട്ട് അദ്ദേഹം പാടി കഴിഞ്ഞു. അത് സാരമില്ല, കുഴപ്പമില്ല. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ പി ഭാസ്കര മാഷിന്റെ വരികൾക്ക് ലാഫ മാഷ് മ്യൂസിക് നൽകിയ മാനത്തെ കായല് തന്നെയാണ്. അതെ, ഇതെല്ലാം എത്രയോ തവണ കേട്ടാലും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നില്ലാണ്, കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോളൂ. ഓക്കെ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു, താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു, താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമ പൂനിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമ പൂനിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു, താമര
പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടക്കിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. താങ്ക് യു. ഓക്കെ, ജി വിവേകാനന്ദന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് കള്ളിച്ചെല്ലമ്മ. ഓക്കെ, നമുക്ക് സലിംകുമാർ ഡോക്ടറിലേക്ക് പോകാം. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ. ഡോക്ടർ സലിംകുമാർ. സാറേ, ഇപ്പൊ എനിക്ക് പാട്ട് പാടാനില്ല. കേക്കാവോ? കേൾക്കാം. ഹലോ. കേൾക്കാം. അല്ല, ഞാൻ ആ മാഡം പറഞ്ഞ പാട്ട് ഞാൻ റെഡിയാക്കി അതിന് കേൾക്കണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഞാൻ പാടുന്നതല്ല, ഒറിജിനൽ കേൾക്കണമെന്നല്ലോ. പിന്നെ തീർച്ചയായും. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. ഉദയസൂര്യൻ നമ്മെയുണർത്തുന്നു. രജതകാന്തനം നമ്മെ ഉണർത്തുന്നു. ഉദയസൂര്യൻ നമ്മെയുണർത്തുന്നു. രജതകാന്തനം നമ്മെ ഉണർത്തുന്നു. നിറപ്പാവക്കൂത്തിലെ കളിപ്പാവകൾ നിറപ്പാവക്കൂത്തിലെ കളിപ്പാവകൾ ഞങ്ങൾ നിറയ്ക്കുന്നു മുന്നിലെ ശലഭങ്ങൾ. ഉദയസൂര്യൻ നമ്മെയുണർത്തുന്നു. രജതതാരകം നമ്മെ ഉണർത്തുന്നു. ഹൃദയത്തിലെ ഭാഷസമുദ്രം വദനത്തിൽ മഴവിൽ തേരോട്ടം. ഹൃദയത്തിലെ ഭാഷസമുദ്രം വദനത്തിൽ മഴവിൽ തേരോട്ടം. രജനി വന്നുയർത്തുന്ന കൂടാരം. രജനി വന്നുയർത്തുന്ന കൂടാരം. കൂടി അണിയുന്നു നമ്മളെ മുഖം മൂടി. കൂടി അണിയുന്നു നമ്മളെ മുഖം മൂടി. ഉദയസൂര്യൻ നമ്മെയുണർത്തുന്നു. രജതതാരകം നമ്മെ ഉണർത്തുന്നു. കളിയരങ്ങിൽ കാണും കാമിലെ മകളുടെ കാശ്മീരം.
സിന്ദൂര കണ്ണീരിൽ ചാലിച്ച ഹൃദയരക്തം സ്വന്തം കണ്ണീരിൽ ചാലിച്ച ഹൃദയരക്തം ഉദയസൂര്യൻ നമ്മയോടൊത്തുന്നു രജതകാലം നമ്മെ ഉണർത്തുന്നു ഉദയസൂര്യൻ നമ്മയോടൊത്തുന്നു രജതകാലം നമ്മെ ഓക്കെ സാറേ, വളരെ നന്നായിട്ട്, എന്തായാലും വളരെ സമയത്ത് കൃത്യമായിട്ട് അത് കൊണ്ടുവന്നു എന്നുള്ള സന്തോഷം. ഇനി ആരെങ്കിലും പാട്ട് പാടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അല്ലെങ്കിൽ ചന്ദ്രമോഹൻ ഡോക്ടർ, ഡോക്ടറെ സ്വാഗതം. എല്ലാ ഗായകരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദത്തിന് ഉടമയായിരുന്നു പെരുമാറുന്ന സാറ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വൺ ഓഫ് ദി സോങ്സ് എന്ന് പറഞ്ഞു. നീലനിശീധിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനനായി നിന്നു നിന്മലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു ഞാൻ കാത്തു നിന്നു. നീലനിശീധിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനനായി നിന്നു. ജാലകവാതിലിൽ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിലുങ്ങി. ജാലകവാതിലിൻ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിലുങ്ങി. വാതിൽ തുറക്കുമെന്നോർത്തു വിടന്നിതൻ വാസന്ത സ്വപ്നദളങ്ങൾ നീലനിശീധിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനനായി നിന്നു. തേനൂറും ചന്ദ്രിക തേങ്ങുന്ന പൂവിൻ്റെ വേദന കാണാഞ്ഞു മാഞ്ഞു. തേനൂറും ചന്ദ്രിക തേങ്ങുന്ന പൂവിൻ്റെ വേദന കാണാഞ്ഞു മാഞ്ഞു. തേടിത്തളരും മിഴികളുമായി ഞാൻ ദേവിയെ കാണുവാൻ നിന്നു. ദേവിയെ കാണുവാൻ നിന്നു. നീലനിശീധിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനനായി നിന്നു. നിന്മലർവാടിയിൽ നേറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു. ഞാൻ കാത്തു നിന്നു. താങ്ക് യു. എന്തായാലും വളരെ ഉജ്ജ്വലമായിട്ട് പാടി. കലാകാരൻ കൂടിയാണ്, ഡോക്ടറാണ് ഡോക്ടർ ചന്ദ്രമോഹൻ. ഇനി ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുക. കുറച്ചുപേര് നമ്മുടെ ഗഫൂർ ഡോക്ടർ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ചെറിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്ന് നേരത്തെ അറിയിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഗഫൂർ ഡോക്ടർ ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ ഡോക്ടറെ. ഞാൻ വിളിച്ചിരുന്നു. ഗഫൂർ കാ ദോസ്താണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. അതിന് അമ്മ പാട്ട് പാടുക. അതിന് ഒരു എല്ലാവരും കലാകാരന്മാരുടെ കുടുംബമാണ്. എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അമ്മ ആർട്ടിസ്റ്റ് ആണ്, വരയ്ക്കുക. എന്തായാലും അതെ, സമ്പൂർണ്ണ കലാകാരന്മാരാണ്. അപ്പൊ പിന്നെ മറ്റൊന്നാകാൻ വഴിയില്ല. അപ്പൊ ഏതിലാണെന്നുള്ള അറിഞ്ഞിട്ട് വരപ്പാണല്ലേ. ശരി, വളരെ സന്തോഷം. ഇപ്പൊ ഹ്യൂബർട്ട് ഡോക്ടർ എന്ത് പറയുന്നു? ഒരു ഭക്തിഗാനം പാടാം. ഒരു ഭക്തിഗാനം പാടാം. ഏതായിരുന്നാലും ആയാലോ?
പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമാകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേകനാമം പരിപൂജ്യമായിടണം, തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതൊക്കെയും ഫലമായിടും. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും. പരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിയോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമാകും കരുണാമയ. അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും. അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും. ഭയമേതുമേശിടാതെ ഏതേതു ക്ലേശവും അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സാകണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത. ഓക്കെ, രാജേശ്വരി ഡോക്ടർ റെഡിയാണോ പാട്ട് പാടാൻ? ഡോക്ടർ രാജേശ്വരി, അൺമ്യൂട്ട് ഡോക്ടറെ. ഡോക്ടർ രാജേശ്വരി റെഡിയാണോ? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ചന്ദ്രമോഹൻ ഡോക്ടർ ഒരു പാട്ടുകൂടി പാടുന്നോ? ഡോക്ടറെ, ആ ആ പാടാം. ദിലീപ് ഡോക്ടറാണേ. ഓ, വെൽക്കം, പാടിക്കോളൂ. താങ്ക് യു. നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭനായ ഒരു പാട്ടുകാരൻ ദിലീപ്. ഇടയ്ക്ക് ചർച്ചയ്ക്ക് പോയി വളരെ ഗംഭീരമായ ഒരു പാട്ടൊക്കെ പാടി പ്രഗത്ഭന്മാർ പാടിയ വേദിയിൽ. സ്വാഗതം ഡോക്ടർ ദിലീപ്, പാടിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഒരു മിനിറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബ്രഹ്മാനന്ദൻ സാറിന്റെ ചരമവർഷത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ് അല്ലേ? ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. സോറി. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ളൊരു ചിത്രത്തില് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗാനം ഇവിടെ ആലപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനോജ് ഡോക്ടറിന്റെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ് ഈ പ്രോഗ്രാമിൽ എത്തിയത്. ഞാൻ പെട്ടെന്ന് പേഷ്യന്റ് നിർത്തിയിട്ട് ഓടി വരികയായിരുന്നു. ഞാൻ ഈ IFPHന്റെ പ്രോഗ്രാമിൽ തുടക്കത്തില് ഏതാണ്ട് ഒരു 375ഓളം എപ്പിസോഡ് വരെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രേക്ഷകനായിരുന്നു. പിന്നീട് ഈ കൊറോണയൊക്കെ മാറി നമ്മുടെ ഈ ദിനചര്യകളൊക്കെ ഒന്ന് മാറി തിരക്കൊക്കെ കൂടിയപ്പോഴത്തേക്കിന് അതിനകത്ത് എങ്ങനെയോ മിസ്സായി പോയി. അപ്പൊ എന്തായാലും ഒരു അത്ഭുതമായി തുടരുകയാണ് IFPH ഇപ്പോഴും. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ ഗാനം എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. താരകരൂപിണി എന്ന് പറയുന്ന ഒരു ഹിറ്റ് ഗാനമാണ്. അപ്പൊ ശ്രമിക്കുകയാണ്, നോക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കേൾക്കാമല്ലോ സൗണ്ട്? കേൾക്കാം.
താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവനരോ ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പോവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി. നിദ്ര തന്നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും സ്വപ്നമേ നെഞ്ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും താരകരൂപിണി നീ എന്നുമെന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും താരകരൂപിണി. കാവ്യവൃത്തങ്ങളിലോമനെ നീനവ മകന്ദമഞ്ജരിയായിരിക്കും എൻ മണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും താരകരൂപിണി. ഈ ഹർഷവർഷനിശീതിനിയിൽ നമ്മൾ ഇടവും താളവുമായിണങ്ങി ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഏഴുലകം അടിഞ്ഞൊരുങ്ങി താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പോവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി. അതെ, മനോഹരമായിരിക്കുന്നു. ഈ പറഞ്ഞ കണക്ക് സംഗീതം ഇതൊരു ധന്യവാ ഉപാസനയാണ്. തീർച്ചയായിട്ടും ഉപാസനകൾ തുടരുക. അഭംഗരമായി അനസ്യൂതമായി IFPH ഇങ്ങനെ 1270 ദിവസത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും ആകുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നന്ദി പറയാനായിട്ട് നമ്മുടെ ആദരണീയായ മുൻ DMO മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഡോക്ടറെ. ഇപ്പോൾ പാടിയ ഡോക്ടറെ നമ്മുടെ വീഡിയോ എല്ലാം ഉണ്ട്, അപ്പോൾ കാണുക യൂട്യൂബില്. വീഡിയോസ് എല്ലാ ദിവസവും ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാത്തതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ സമയം കിട്ടുന്ന പോലെ കാണുക. ഹ്യൂബർട്ടിന്റെ ഗ്യാരണ്ടിയാണ്. ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. അനശ്വര ഗായകൻ ശ്രീ KP ബ്രഹ്മാനന്ദൻ സാറിന്റെ ജന്മദിന അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരിയായ പ്രൊഫസർ ഡോക്ടർ K. ഓമനക്കുട്ടി മാഡത്തിന് IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗായകനായ ഭർത്താവിന്റെ നല്ല ഓർമ്മകൾ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീമതി ഉഷ ബ്രഹ്മാനന്ദൻ മാഡത്തിനും, അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ 4 വരി പാടി ഞങ്ങളെ സന്തോഷിപ്പിച്ച മകൾ ആതിരയ്ക്കും IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം കൃതജ്ഞത അറിയിക്കട്ടെ. ഈ ചടങ്ങിന് ആശംസ അറിയിക്കുകയും താമരപ്പൂ നാണിച്ചു എന്ന ഗാനം ആലപിക്കുകയും ചെയ്ത
പ്രൊഫസർ ST ശശിധരൻ സാറ്, നമുക്കെല്ലാം സുപരിചിതനായ സാറിനും IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി നന്ദി പറയാനുള്ളത് നമ്മളുടെ സൂമിന്റെ അമരക്കാരനും സ്വാഗതം ആശംസിക്കുകയും ചെയ്ത മനോജ് ഡോക്ടറിനാണ്. ഡോക്ടറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുകയും നമ്മുടെ നെടും തൂണുമായ ധനേഷ് ഡോക്ടർ ഇന്ന് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും പുറകിലിരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധനേഷ് ഡോക്ടറിനെ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇന്ന് നമ്മൾ ഗാനങ്ങൾ ആലപിച്ച IFPHന്റെ ആസ്ഥാന ഗായകൻ ഹ്യൂബർട്ട് ഡിസിൽവ ഡോക്ടർ, മാനത്തെ കായൽ മണിപ്പുറത്ത് ഒരു താമര കളിത്തോണി എന്ന പാട്ട് പാടുകയും നമുക്ക് വളരെ നല്ലൊരു അനുഭവം തരികയും ചെയ്തു. അതേ തരത്തിൽ തന്നെയാണ് ഡോക്ടർ N ശങ്കരൻ പോറ്റി അതേ പാട്ടുമായി നമ്മളുടെ അടുത്ത് വന്നത്. സലിംകുമാർ ഡോക്ടർ ഗാനം പങ്കുവച്ചതിനും അതുപോലെ ഡോക്ടർ ചന്ദ്രമോഹൻ ഡോക്ടർ നീലനിശീധിനി എന്ന പാട്ട് പാടുകയും ഡോക്ടർ ദിലീപ് താരകരൂപിണി നീ എന്നും എൻ്റെ എന്ന ഗാനം ആലപിക്കുകയും ചെയ്ത് ഈ ഒരു നമ്മുടെ ചടങ്ങിനെ ധന്യമാക്കി. എല്ലാവർക്കും പ്രത്യേകം പേരായി നന്ദി അറിയിക്കട്ടെ. അതുപോലെ നമുക്ക് ഇങ്ങനെ ഇവിടെ 1270 ദിവസങ്ങളായി ഇവിടെ കൂടുവാനും ഇങ്ങനെ ഒരു സൂം നടത്തുവാനും സാധിക്കുന്നത് ഇതിന്റെ IFPHന്റെ ഭാരവാഹികളെ ഓരോരുത്തരെയും പേരുപേരായി നന്ദി പറയുന്നു. ഇത് കൂടാതെ നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല, ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ച ഹോമിയോപ്പതി സ്നേഹികൾ, അവരെ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. അവർക്കും പ്രത്യേകം പേരുപേരായി നന്ദി പറയുന്നു. കൂടാതെ ഇങ്ങനെ ഒരു സൂം ഇത്രയും ഗംഭീരമായി നടക്കണമെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, അതായത് ഹോമിയോപ്പതി സ്നേഹികള്, ഡോക്ടർമാര്, വിദ്യാർത്ഥികള്, അങ്ങനെയുള്ള എല്ലാവരെയും ഓരോരുത്തരെയും പേരുപേരായി നന്ദി പറയുന്നു. ഇതിന് ഉപരിയായി നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ തരികയും ഇന്നത്തെ ഇങ്ങനത്തെ ഒരു ദിവസം നമുക്ക് നൽകുകയും ചെയ്ത് ഇത്രയും ഭംഗിയാക്കി നടത്തുകയും ചെയ്ത ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരാൾ കൂടി നന്ദി പറയേണ്ടതുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ ഭാഗ്യലക്ഷ്മി ഡോക്ടർ. ഭാഗ്യലക്ഷ്മി ഡോക്ടറാണ് നമ്മുടെ ഉദ്ഘാടകയായ ഓമനക്കുട്ടി ടീച്ചറിനെ കൊണ്ടുവന്നത്. ഡോക്ടർക്ക് മറിയാമ്മ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടാവില്ല, തീർച്ചയായിട്ടും നന്ദി പറയുന്നത്. ധനേഷ് ഡോക്ടർ തദന്തികെ തദരികെ എന്ന് പറയാം. ഡോക്ടർ ഇതിനകത്ത് പക്ഷെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനത്തെ ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും എന്തായാലും വളരെ ഉജ്ജ്വലമായ ഒരു പരിപാടി. അങ്ങനെ നീലനിശീതിനി എന്ന വാക്ക് നമുക്ക് സമ്മാനിച്ച ശ്രീകുമാരൻ തമ്പിയും അർജുൻ മാസ്റ്ററെയും എല്ലാവരെയും ഓർമ്മിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം മറ്റൊരു വിഷയമായി. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.